ഹായ് നമസ്തേ വെൽക്കം ബാക്ക് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു WinTrader. ഇന്ന് ഞാനിവിടെ നമ്മുടെ കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ നാച്ചുറൽ ഗ്യാസും ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടുമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മുടെ WinTrader എല്ലാ മാർക്കറ്റിലും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതായത് NSE ക്യാഷ്, ഫ്യൂച്ചർ, ഓപ്ഷൻസ്, കമ്മോഡിറ്റി, അഗ്രി, അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ ചെറിയ ഓപ്പൺ ഇൻട്രസ്റ്റിന് കുറച്ച് പോർഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ വ്യൂവിലെ സിമ്പിൾസിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ കമ്മോഡിറ്റി മാർക്കറ്റ് നമുക്ക് ചെയ്യാം ഡയറക്റ്റായിട്ട്. അപ്പം ഫോറക്സും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ CFD എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റാണ്. മെറ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡും സിൽവറൊക്കെയാണ്. അത് ഇത് 4 ഫോറക്സ് ആണ്. അതല്ല NSE സ്പോട്ട്, അത് NSE മാർക്കറ്റിൻ്റെ. അതുകൊണ്ട് MCX കറൻസി എന്ന് പറഞ്ഞാൽ MCXൻ്റെ കറൻസിയാണ് INR വേർഷൻസ്. MUSD INR അതിൻ്റെ നെക്സ്റ്റ് മന്ത് കോൺട്രാക്റ്റും. അതോടൊപ്പം നമുക്കിവിടെ വീക്ക്ലി മന്ത്ലി ഓപ്ഷൻസ് ഉണ്ട്. അത് അഗ്രി, ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓയുടെ പോർഷൻ കുറച്ച് ചെറിയ പോർഷനേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി, ക്രൂഡ് ഓയിൽ, ഗോൾഡ്, സിൽവർ, നിഫ്റ്റി, അതേപോലെ തന്നെ ഓയുടെ പോർഷൻ. അപ്പോൾ ഇത്രയും നമുക്ക് ആക്ച്വലി നമുക്ക് മാർക്കറ്റ് ഒരേപോലെ എല്ലാ മാർക്കറ്റും ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ആദ്യം എന്തൊക്കെ മാർക്കറ്റ് നമുക്ക് എല്ലാം ഒന്നിച്ച് ചെയ്യണമെന്ന് ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്ത് നമ്മൾ ചെയ്യുന്നോ അത് മാത്രം ആഡ് ചെയ്യുക. അതായത് കമ്മോഡിറ്റിയും ചെയ്യുന്ന കമ്മോഡിറ്റി മാത്രം ആഡ് ചെയ്യുക. ഇതാണെങ്കിൽ ഇന്ത്യൻ ആണെങ്കിൽ അതായത് NSE ആണെങ്കിൽ NSE ആഡ് ചെയ്യുക. അപ്പോൾ സ്കാനർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇവിടെ സിഗ്നൽസ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് എങ്ങനെ കമ്മോഡിറ്റി മാർക്കറ്റിൽ നിങ്ങൾ ഏത് ടൈം ഫ്രെയിം ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ ആക്യുറസി കിട്ടുന്നത്. അതോടൊപ്പം എങ്ങനെ ചെയ്യാമെന്ന് നമുക്കാണെന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇവിടെ നോക്കിയാൽ ഞാനിപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഇതിനകത്ത് 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിവിടുന്ന് വൈറ്റ് കാർഡ് ഡേ ബ്രേക്ക് ലൈനിലാണ് മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ആയത്. ഇതിനകത്ത് ടോട്ടൽ 4 സിഗ്നൽസ് ഇന്ന് കിട്ടിയിട്ടുണ്ട്, 2 ബൈയും 2 സെല്ലും. ഓക്കെ, അപ്പം ബൈയും സെല്ലും ഫസ്റ്റ് കൺഫേംഡ് അല്ല. സെല്ലൊന്ന് ജസ്റ്റ് ഒന്ന് റെഡ് കളറിലേക്ക് മാറിയിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സൈഡ് വേസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് നല്ലപോലെ സപ്പോർട്ട് ക്രോസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ നിന്ന് പൊസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് പ്രകാരം നോക്കുകയാണെങ്കിൽ രണ്ടും കൺഫേംഡ് അല്ല. ഈ ലാസ്റ്റ് വന്ന് ഒരു ബൈയും ഒരു സെല്ലും അത് കൺഫേംഡ് ആയിരുന്നു. നല്ലപോലെ മാർക്കറ്റ് കയറിയിരുന്നു. ഇതും നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. ടോട്ടൽ 200 പോയിന്റ്സ് വരെ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആക്ച്വലി ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ മാർക്കറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ കൺഫർമേഷൻ ചെക്ക് ചെയ്യാൻ ഇവിടെ നിന്ന് എൻട്രി എടുക്കാമെന്നാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ ഈ 2 സിഗ്നൽസ് നിങ്ങൾക്ക് ഗ്രീൻ കളർ അപ്പ് ആരോ ബൈ ആണെന്നും റെഡ് കളർ ഡൗൺ ആരോ സെൽ ആണെന്നും മനസ്സിലായി. അത് ഓട്ടോമാറ്റിക്കായിട്ട് അലേർട്ട് കിട്ടുന്നത്, ഓട്ടോമാറ്റിക് വരുന്ന സിഗ്നൽസ് ആണ്. അത് അലേർട്ടോട് കൂടിയാണ്, അതായത് ബെൽ സൗണ്ടോട് കൂടി നമ്മുടെ സ്പീക്കറിൽ കണക്റ്റ് ആണ്. ഡയറക്റ്റ് ഇൻസ്റ്റോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്പീക്കറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ബെൽ സൗണ്ടോട് കൂടി നമുക്ക് സിസ്റ്റത്തിൽ സിഗ്നൽസ് വന്നു എന്ന് മെസ്സേജ് കിട്ടും. അതോടൊപ്പം സിഗ്നൽസ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് നോക്കുക. അപ്പോൾ ഈ ലേറ്റസ്റ്റ് സിഗ്നൽ, ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് ആണ് മുകളിൽ കാണുന്നത്. ഈ ലേറ്റസ്റ്റ് സിഗ്നൽ സെല്ലാണ്. സെല്ലിൻ്റെ ഡീറ്റെയിൽസ് ഈ 2:45 അതായത് 14:35 എന്ന് പറഞ്ഞാൽ 2:35. അത് പ്രകാരം 7,995 നമ്മൾ സെല്ല് കൊടുത്തു. 153 പോയിന്റ് ഇത്ര പ്രകാരം ഇതുവരെ നമുക്ക് കിട്ടിയ നമ്മുടെ കയ്യിലുണ്ട്. അത് പ്രകാരം നമുക്ക് താഴെ നോക്കിയ 3 ടാർഗറ്റും അതിൻ്റെ സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര പ്രോഫിറ്റ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന്, എത്ര ഡീറ്റെയിൽസ് കൊണ്ടെന്ന് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം റീഎൻട്രിയും കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 4 മണിക്ക് നമുക്ക് 5 മിനിറ്റ് മുമ്പ് 3:55 നമുക്കൊരു റീഎൻട്രി നമുക്ക് തന്നിട്ടുണ്ട്. അത് പ്രകാരം കുറച്ച് പക്ഷേ മാർക്കറ്റ് ഇത്ര ഇറങ്ങിയിട്ട് കുറച്ചൊന്ന് കയറിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ സെൽ സോണിൽ തന്നെയാണ്. 200 പോയിന്റ് വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ജസ്റ്റ് ഒന്ന് ചെറിയൊരു 7,805 സെല്ല് പറഞ്ഞിരിക്കുന്നത്. 7,788 ആണ് നമുക്ക് ടാർഗറ്റ്, നമുക്ക് 88. അപ്പോൾ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് 45 വരെ നമുക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇപ്പോഴും സെൽ സോണിൽ തന്നെയാണ്. പക്ഷേ അത് എക്സിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല, മാർക്കറ്റ് ഇപ്പോഴും സെല്ലിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രം ശ്രദ്ധിക്കുക. സിഗ്നൽസ് വരുന്ന സമയത്ത് എല്ലാ സിഗ്നലും എടുക്കാൻ പറ്റത്തില്ല, കൺഫർമേഷൻ നോക്കിയിട്ട് മാത്രം എടുക്കുക. കൺഫർമേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മുൻപത്തെ വീഡിയോസിലൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും ഓൾറെഡി. ക്യാൻഡിൽ കളറ്, വോളിയം ബാർ കളറ്, ഓർ പ്രൈസ് ഇൻ സെൽ സോൺ. ഇവിടെ സെല്ലാണ്, സെല്ലിൻ്റെ സിഗ്നൽസിൻ്റെ കളർ താഴെ വരണം. പിന്നെ ഇവിടെ സെൽ സോൺ ഒന്നും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ബൈക്കും അങ്ങനെ തന്നെയാണ്. ക്യാൻഡിൽ കളറ്, അപ്പോൾ നമുക്ക് മെയിനായിട്ട് ബൈക്കും ഇങ്ങനെ തന്നെയാണ്. ക്യാൻഡിൽ കളറും വോളിയം ബാർ കളറും പ്രൈസ് ഇൻ ബൈ സോൺ ഒന്നും ഉണ്ടായിരിക്കും. ഇപ്പം മസ്റ്റ് മോർണിംഗിൽ തുടങ്ങിയ സമയത്ത്, അതായത് വന്ന സമയത്ത് ബൈ കൺഫേംഡ് അല്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യാൻഡിലുകൾ ഗ്രീൻ അല്ല, ഇത് ഹോളോ ക്യാൻഡിൽസ് ആണ്, അത് ഒഴിഞ്ഞ ക്യാൻഡിലുകൾ. അത് നമുക്ക് ആക്ച്വലി കൺഫേംഡ് സിഗ്നൽസ് അല്ല. ഇത് പ്രകാരം നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് കയറിയത് ബൈയിലേക്ക് കൺവേർട്ട് ആയത് ഈ പൊസിഷനിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ഗ്രീനിലേക്ക് കൺവേർട്ട് ആയത്. അത് സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ നമുക്ക് മാർക്കറ്റ്
കയറുകയും ചെയ്തായിരുന്നു. അപ്പം ഇവിടെ അത് ആ പൊസിഷനിൽ നമ്മൾ എടുത്തിരുന്നെങ്കിൽ, അതായത് ഈ റെഡ് കളർ സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് റെസിസ്റ്റൻസ് ലെവലാണ്. ആ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണ്. ഒരു 90-95% റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇൻ കേസ് ഒരു 5% മാത്രമേ ചെറിയ റിവേഴ്സൽ വരാറുള്ളൂ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം മാർക്കറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് തന്നെ പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ സപ്പോർട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. അത് ബ്ലൂ കളർ സ്റ്റാറാണ് സപ്പോർട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ താഴേക്ക് പോകും. ഇവിടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് പോയത്. കണ്ടോ ആക്ച്വലി. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ സെക്കൻഡ് ക്യാൻഡിൽ നിന്ന് അല്ലെങ്കിൽ തേർഡ് ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ ഒരു 7,941 നമ്മൾ എൻട്രി എടുത്തു എന്ന് വിചാരിക്കുക. അപ്പം അവിടെ നിന്ന് എടുത്തിരുന്നെങ്കിൽ ഒരു 8,057 വരെ നമുക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. അവിടെ 57 അല്ല 63 വരെ പോയിട്ടുണ്ട് ആക്ച്വലി. അപ്പം നല്ലൊരു പ്രോഫിറ്റ് അതിന് കിട്ടിയിട്ടുണ്ട് ബൈയുടെ. അതേപോലെ സെല്ലും ഇപ്പം ബൈ നമ്മൾ കണ്ടില്ല എന്ന് വിചാരിക്കുകയാണെങ്കിലും സെല്ല് നമുക്ക് ലാസ്റ്റ് ഇപ്പോൾ 2:35 സെല്ല് കിട്ടിയിട്ടുണ്ട്. സെല്ല് 7,995. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ല് സൈഡ് വേസ്, അതായത് ഈ എക്സ്ട്രാ കളർ ഇവിടെ കാണിക്കുന്ന സൈഡ് വേസ് ആണ്. ഈ സൈഡ് വേസ് കാണിച്ചിട്ട് മാർക്കറ്റ് ഈ രണ്ടാമത്തെ ക്യാൻഡിൽ ആയപ്പോഴത്തേക്കും ഓൾറെഡി 40 പോയിന്റ് ഇറങ്ങി 3 ടാർഗറ്റും അടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഇത്ര ഇറങ്ങിയത്. പക്ഷെ അങ്ങനത്തെ സംഭവിക്കുന്ന സിറ്റുവേഷനുകളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം, ഒന്നില്ലെങ്കിൽ റിസ്കി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ മാർക്കറ്റ് ഇറങ്ങുന്ന സമയത്ത്, അത് ഇത്രയും ബൈ കയറുമ്പോൾ പെട്ടെന്നൊരു വല്ലാത്ത രീതിയിൽ മാർക്കറ്റ് ഇറങ്ങിപ്പോകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കൺഫർമേഷൻ വരുന്ന കഴിഞ്ഞതിന് ശേഷം വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം അതൊക്കെ റിസ്കി ട്രേഡേഴ്സാണ് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ പെട്ടെന്നൊന്ന് എടുത്തിട്ട് എക്സിറ്റ് ചെയ്യണമെന്ന് റിസ്കി ട്രേഡേഴ്സിന് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ നമ്മൾ അവിടെ നിന്ന് എടുക്കാൻ പറയത്തില്ല. നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പറയുള്ളൂ. കാരണം കൺഫർമേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കുന്നതിന് ആക്യുറസി കൂടുതലാണ്. കാരണം അല്ലാത്തതിനൊക്കെ ചില സമയത്ത് മാർക്കറ്റ് പെട്ടെന്ന് കുറച്ചിറങ്ങിയിട്ട് റിവേഴ്സ് അടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. കൺഫർമേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ആക്യുറസി ഉണ്ട്. 90% നമ്മൾ ആക്യുറസി മാർക്കറ്റ് 3 ടാർഗറ്റും നമ്മൾ അടിക്കാറുണ്ട് മാർക്കറ്റ്. ഓക്കെ, ഇതിപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ പോട്ടെ, കൺഫർമേഷൻ നമുക്ക് വന്നത് ഈ ക്യാൻഡിലാണ്. തേർഡ് ക്യാൻഡിലാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടിയത്. അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ എടുത്തിരുന്നെങ്കിലും 7,920 എടുത്തിരുന്നെങ്കിലും നമുക്ക് ആക്ച്വലി മാർക്കറ്റ് 7,801 വരെ പോയിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്കൊരു 100 പോയിന്റ്സ് നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. 3 ടാർഗറ്റിലും അപ്പുറം നമുക്ക് പോയിന്റ് ഇന്നത്തെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട്. നെക്സ്റ്റ് ഞാൻ നാച്ചുറൽ ഗ്യാസും കൂടെ കാണിച്ചു തരാം. നാച്ചുറൽ ഗ്യാസിൽ ടോട്ടൽ വന്ന 2 സിഗ്നൽസ് ആണ്. മോർണിംഗിൽ ബൈ വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് 2 മണിയോടുകൂടി 10 മിനിറ്റ് മുമ്പ് നമുക്കൊരു സെല്ല് വന്നിട്ടുണ്ട്. ടോട്ടലി ഇന്നലെ തൊട്ട് സെല്ലിൽ തന്നെയായിരുന്നു ആക്ച്വലി. ഇന്നലെയല്ല, കുറച്ച് ദിവസമായിട്ടും നാച്ചുറൽ ഗ്യാസ് സെല്ലിൽ തന്നെയാണ്. ബൈ അധികം പോകുന്നില്ല ഇതിൻ്റെ അകത്ത്. എന്നാൽ നിങ്ങൾക്ക് 15 മിനിറ്റ്സ് നോക്കി അറിയാൻ പറ്റും. ഇതിവിടെ നിന്ന് തൊട്ട് സെല്ലാണ്, കണ്ടോ. ആക്ച്വലി 6 മെയ് 6 മെയ് തൊട്ട് നമുക്ക് ആക്ച്വലി മാർക്കറ്റ് സെല്ലിലേക്കാണ് പോകുന്നത്. 2 ദിവസമായി ഇപ്പം കണ്ടിന്യൂസ് സെല്ലിലേക്കാണ് മാർക്കറ്റ്. ബൈ വരുന്നുണ്ട്, പക്ഷേ ബൈ കൺഫേംഡ് ആകുന്നില്ല. കൺഫേം ആകാതെ തന്നെ മാർക്കറ്റ് താഴേക്ക് പോകുന്നുണ്ട്. ടോട്ടൽ 30 ഒക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കണ്ടിന്യൂസ് സെല്ലിൻ്റെ 132.7 മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. 3 ടാർഗറ്റും ലാസ്റ്റ് വന്ന സിഗ്നൽ നോക്കി 6.8 പിന്നെ വന്നിരിക്കുന്നത്. 6:30ക്കാണ് നമുക്ക് സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇതുവരെ, ഇന്നിപ്പോൾ 10th മെയ് ആണ്, ഇതുവരെ മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് 3 ദിവസമായിട്ട് മാർക്കറ്റ് ഡൗൺ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് ഇപ്പോൾ ഇൻട്രാഡേക്ക് വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ട് 5 മിനിറ്റ്സ് വെച്ചിട്ട് കാണിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതിനകത്ത് ബൈ വന്നിട്ടുണ്ട്, പക്ഷേ ബ്ലൂ ക്യാൻഡിലാണ് കാണിച്ചത്, കൺഫേംഡ് അല്ല. സെല്ല് കൺഫേംഡ് ആണ്. നമുക്ക് 1:30 കഴിഞ്ഞിട്ട് 1:30 കഴിഞ്ഞിട്ട് 2 മണിക്ക് 10 മിനിറ്റ് മുമ്പാണ് സിഗ്നൽ വന്നത്. 548 സെല്ല് പറഞ്ഞിട്ടുണ്ട്. 17, അതായത് 17 പോയിന്റ് ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റ്. നമുക്ക് ആക്ച്വലി ഓൾറെഡി ഇവിടുന്ന് സെല്ല് മാർക്കറ്റ് താഴെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ആക്ച്വലി ഇവിടുന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് നമുക്ക് എടുക്കാമായിരുന്നു. സെക്കൻഡ് ക്യാൻഡിൽ 547 എടുത്തിരുന്നെങ്കിലും നമുക്ക് ആക്ച്വലി 530 വരെ നമുക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പം നമുക്കൊരു 15 എന്തായാലും നമുക്ക് പ്രോഫിറ്റ് മാർക്കറ്റ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി നല്ല പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് കോൾ ചെയ്യേണ്ട നമ്പരും ഡീറ്റെയിൽസും ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 ഡേ ഫ്രീ ട്രയൽ ഇവിടെ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഫ്രീ ട്രയൽ നമുക്ക് ആക്ച്വലി നിങ്ങളുടെ സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് എടുത്ത് നോക്കാനുള്ള സൗകര്യം കൂടെ നമുക്ക് ആക്ച്വലി കിട്ടുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ മാർക്കറ്റിൽ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പം എൻ്റെ ടെസ്റ്റിമോണിയൽസും സ്ക്രീൻഷോട്ടും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ഡയറക്റ്റായിട്ട് വെബ്സൈറ്റിൽ കയറി മാർക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ഡീറ്റെയിൽസിന് ട്രയൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിലേക്ക്, എൻ്റെ പേര് സീമ എന്നാണ്, എൻ്റെ ഈ നമ്പറിലേക്ക് വിളിക്കുക. ഓക്കെ.